ഞാൻ സിനിമയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് 3 ദിവസം അഭിനയിച്ചിട്ട്. എന്നെ പുറത്താക്കി, ഞാനും പോയി. ഓക്കെ. വർക്കാവാതെ എനിക്ക് അഭിനയിക്കാൻ അറിയാൻ വയ്യാതെ വന്നിട്ടുണ്ട്. ഓക്കെ. കാരണം ജെസ്ചർ എടുക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫിസിക്സ് ക്ലാസ്സിൽ പണ്ട് ഇമ്പോസിഷൻ 2000 തവണ എഴുതിപ്പിച്ചിട്ടും എനിക്കിപ്പോൾ അത് ഓർമ്മയില്ല. അതേപോലത്തെ ഒരു ഫോർമുല പഠിക്കുന്ന പരിപാടി ഒക്കെ പറ്റാതെ കരഞ്ഞൊക്കെ, അങ്ങനെ കരഞ്ഞുകൊണ്ട് പോയിട്ട് എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു സിനിമയിൽ നിന്ന് ഞാൻ അങ്ങനെ കരഞ്ഞിട്ട് പോയിട്ട്, പിന്നെ ആ ഡയറക്ടർ അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഒരു വലിയ ആർട്ടിസ്റ്റ് ഇവിടെ വന്നിട്ട് അവർ ഭയങ്കര ജാടയെ കാണിച്ചിട്ട് അവർ ഇറങ്ങിപ്പോയി, അവർക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ അത് കഴിഞ്ഞൊരു തെലുങ്ക് പടത്തിലാണ് പോയത്. എനിക്ക് ഭാഷ അറിഞ്ഞുകൊണ്ടാണ് അത് പോയത്. അവിടെ ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു, ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ചാരുകേശേഖറിൻ്റെ പടം അമ്മു. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് എനിക്ക് അതല്ല ഓർമ്മ. ഇവിടുന്ന് ഇറങ്ങി 3 ദിവസം കഴിഞ്ഞ് ഇറങ്ങേണ്ടി വന്ന ഞാനൊരു കട്ടിലിൻ്റെ അടിയിൽ, ഒരു കമ്പിളി പുതപ്പിൻ്റെ അടിയിൽ കുറേ ദിവസം കിടന്നു കരഞ്ഞു. സിനിമയ്ക്ക് പോലും. എന്നിട്ട് എൻ്റെ ഭർത്താവ് വാ വെച്ചേ നമുക്ക് സിനിമയ്ക്ക് പോവാം, വെളിയിൽ പോവാം, ഇറങ്ങും. എനിക്ക് പറ്റുന്നേ ഇല്ല, ഞാൻ ഭയങ്കര ഡിപ്രഷനിലോട്ട് പോയി. പക്ഷെ എനിക്ക് ആ സിനിമ പിന്നെയും എനിക്ക് ചെയ്യാൻ ഇല്ലായിരുന്നു. കാരണം എനിക്ക് ആ മീറ്ററൊന്നും അവർ പറഞ്ഞു തന്നത് മനസ്സിലായില്ല. ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ പുള്ളി ഇറിറ്റേറ്റഡ് ആയി. എന്തിനാ ചോദ്യം ചോദിക്കുന്നത്, നിങ്ങൾ സീനിയർ ആർട്ടിസ്റ്റ് ആണെന്നാണല്ലോ വെപ്പ്. അപ്പം എനിക്ക്, പക്ഷേ എനിക്ക് കുറേ ലിമിറ്റേഷൻസ് കൂടെ ഉള്ള ഒരു ആക്ടറാണ്.